കാണാൻ പോവാ. We just need you not like everyone. Dance, he's when I choose you. You're the one who can make me happy. You know you need. ഹലോ, വാണ്ടർലെസ് കപ്പിളിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫ് കോഴ്സ് ഇന്നൊരു ട്രാവൽ വ്ലോഗ് തന്നെയാണ്. നമ്മൾ തൃശ്ശൂർ തൂമന വാട്ടർഫോൾസ് കാണാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒരു 10 മണിയൊക്കെ ആയി നമ്മൾ ഇറങ്ങിയപ്പോൾ, അതുകൊണ്ട് തന്നെ ഉച്ചയോടടുത്ത സ്ഥലം എത്താറായപ്പോൾ എന്നാൽ പിന്നെ ആദ്യം ഫുഡ് അടി, അത് കഴിഞ്ഞ് വാട്ടർഫോൾസ്. ഓക്കെ, യാത്രകൾ എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് ഈ ഫുഡ് അടിയും. അതുകൊണ്ട് തന്നെ ട്രാവൽ വ്ലോഗ് ആണെങ്കിലും ഫുഡ് അടി സീനുകൾ ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കേട്ടില്ലാത്തൊരു മീൽസും ഓംലെറ്റും ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് നമ്മുടെ ഉച്ചഭക്ഷണം അങ്ങനെ കഴിഞ്ഞു. ഇനി നേരെ വാട്ടർഫോൾസിലേക്ക്. തൂമനം വെള്ളച്ചാട്ടത്തിനെ പറ്റി ആദ്യം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഇത് നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ അകമല ഫോറസ്റ്റിന്റെ പരിധിയിൽ വരുന്ന ഒരു ചെറിയ വാട്ടർഫോൾസ് ആണ്. അതും ഉൾക്കാടിന് അകത്തൊന്നുമല്ല, ഒരു ജനവാസ മേഖലയിലാണ് ഈ വാട്ടർഫോൾസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ സൈൻ ബോർഡ്സ് അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള സൈൻ ബോർഡ്സ് ഒന്നും ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല റൂട്ടിലൊക്കെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു ജനവാസ മേഖലയാണ്, കാടിനുള്ളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും ഇറങ്ങി ചോദിച്ചിട്ട് നമുക്ക് എക്സാക്ട് ലൊക്കേഷനിൽ എത്താൻ പറ്റും. സത്യം പറഞ്ഞാൽ ലൊക്കേഷൻ എടുത്തെത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു നെഗറ്റീവ് അടിച്ചായിരുന്നേ. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളും വണ്ടിയും ബഹളവും ഒക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇമാജിനേഷനിൽ വളരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമപ്രദേശം, അവിടെ അധികം ആരും വന്നെത്തിയിട്ടില്ലാത്ത ചെറിയൊരു വെള്ളച്ചാട്ടം, ഇതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആദ്യത്തെ ഒരു വൈക്ലഭ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ടു കഴിഞ്ഞപ്പോൾ, ആ ലൊക്കേഷന്റെ ഒരു രസം കണ്ടു കഴിഞ്ഞപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ടായി. ഇപ്പൊ ഈ കാണുന്നത് വെള്ളച്ചാട്ടത്തിന്റെ മുകളിലത്തെ ഭാഗം കേട്ടോ. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് വെള്ളച്ചാട്ടം ഉള്ളത്. പക്ഷെ അങ്ങോട്ട് ചെല്ലുന്നതിന് മുൻപുള്ള ഈ ഒരു ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു. സൈഡിലൂടെ ഇങ്ങനെ ഒരു ചെറിയ വെള്ളത്തിന്റെ ചാല് പോകുന്നുണ്ട്. അതിങ്ങനെ കുത്തിയൊലിച്ച് വരുന്ന ശബ്ദം അവിടെ മുഴുവൻ കേൾക്കാം. പിന്നെ ഇവിടെയാണ് കുറച്ച് ആളും ബഹളമൊന്നും ഇല്ലാത്തൊരു ഏരിയ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കുത്തനെ വെള്ളം വീഴുന്ന വെള്ളച്ചാട്ടം കാണാം. പക്ഷെ അവിടെ കുറച്ച് ക്രൗഡ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ്. എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ആദ്യമേ പറയാം, ഇത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല, അല്ലെങ്കിൽ അതിരപ്പള്ളി പോലെ വലിയൊരു വെള്ളച്ചാട്ടവുമല്ല. നമ്മുടെ തൊട്ടടുത്ത് പറമ്പിൽ ഒരു വെള്ളച്ചാട്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. കൂടുതലും മഴക്കാലത്ത് മാത്രമായിരിക്കും ഈ വെള്ളച്ചാട്ടം ആക്റ്റീവായിട്ടുണ്ടാവുക. മീനുകളുടെ ഭയങ്കര ശല്യമാണ് ഇവിടെ. നമ്മൾ ഒരൊറ്റ സെക്കൻഡ് ഒന്ന് അനക്കാതെ വെച്ചാൽ മതി, കാല് ചുറ്റും വന്ന് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യമാണ്. പക്ഷെ ഇതിങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ രോമാഞ്ച പുളകിതരായിട്ട് നിൽക്കുന്ന പോലെ വേണം അനങ്ങാൻ നിൽക്കുമ്പോൾ നിൽക്കാൻ. ഇനി ഞാൻ തമ്പനയിൽ കൊടുത്തിരുന്ന കാര്യത്തിലേക്ക് വരാം കേട്ടോ. നമ്മൾ തൂമന വാട്ടർഫോൾസ് ആരെങ്കിലും വിസിറ്റ് ചെയ്യണമെങ്കിൽ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. കാരണം മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടറോ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളുകളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ തന്നെ ഒരു റിസ്കിലാണ് വെള്ളത്തിൽ ഇറങ്ങുന്നതും അതുപോലെ പാറപ്പുറത്ത് നടക്കുന്നതൊക്കെ. എന്ന് വെച്ചിട്ട് ഇതൊരു റിസ്ക് ഉള്ള ലൊക്കേഷൻ അല്ല താനും. എന്നാലും ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ളം ഒഴുകി പോകുന്ന ചാലുകളിലേക്കും തോടുകളിലേക്കും പോകുന്ന ഒരു റൂട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഒഴുക്കാണ്. അപ്പോൾ കുട്ടികളെ നമ്മുടെ കൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നിർത്തണം. ആ ഒരു ഏരിയയിലേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർ ആ വെള്ളത്തിൻ്റെ ഒപ്പം പോകാനുള്ള ചാൻസ് ഉണ്ട്. നേരെ തോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള കുറേ ആളുകൾ അടങ്ങിയ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നിഷ്കളങ്കത നശിപ്പിക്കാതെ വേണം അവിടെ പെരുമാറാനായിട്ട്. പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ ഫുഡ് വേസ്റ്റുകൾ, ഈവൻ കുട്ടികളുടെ ഡയപ്പർ മാറ്റിയത് വരെയൊക്കെ അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വീഡിയോ എടുത്തു. പക്ഷെ ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ആ ഒരു ഇത് കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഇടാതെ ആ ഗ്രാമത്തിൻ്റെ ഒരു പരിശുദ്ധി സംരക്ഷിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ കേട്ടോ. You know you in love when
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. Me man, we just meet. You not like